എന്റെ കുട്ടനളിയാ, എന്തൊരു കിടപ്പായിരുന്നു. ദുബായിന്ന് വരുമ്പോ എന്തെല്ലാം ഞാൻ കൊണ്ടതിനെ അറിയോ? ഒരു ഐഫോൺ, 3-4 പേഴ്സ്, 2 സ്പ്രേ. ഇതെല്ലാം ഞാനിനി ആർക്കാണ് കൊടുക്കാൻ? എന്റെ കുട്ടനളിയാ, എന്റെ കരണാണ് പോയത്. അയ്യോ, എന്തെങ്കിലും ഒന്ന് പറയാൻ്റെ അളിയാ. ദുബായിന്ന് ഞാൻ എന്തെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ തിരിച്ചു കൊണ്ടോണ്ടി വരില്ല എന്റെ കൊണ്ടളിയാ. എന്റെ ജീവിതത്തിൽ എനിക്കൊരു വാച്ച് പോലും മേടിച്ചു തന്നില്ല. എന്റെ കൊച്ചിന്റെ കൺമഷി പോലും മേടിച്ചു കൊടുത്തിട്ടില്ല. കള്ളൻ, പിശിക്കനാൻ. ഓ, എങ്ങനെയുള്ളവനാലും എത്തിയല്ലോ. ഇനി നമുക്ക് കാര്യങ്ങളൊന്ന് വേഗമാക്കാം. എന്ത് കാര്യം? നമുക്ക് പോണ്ടേ? ഇവിടെ കിടന്ന് വെയിൽ കൊണ്ടാ മതിയോ? മരിച്ചില്ലേ? ഇല്ല മരിക്കുന്നില്ല. അതങ്ങനെ ശരിയാവാ? അത് നിങ്ങളെ തീരുമാനിക്കാം. ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു. ഞങ്ങളുടെ ഓൻ്റെ മുദ്രാവാക്യം. മരിച്ചെടുക്കുന്ന അളിയനെ കത്തിക്കാൻ കൊണ്ട സമയം. എന്റെ അളിയന് ഒരു പാർട്ടിയിലും വിശ്വാസമില്ല, എനക്കുമില്ല. ഡോക്ടറെ നമസ്കാരം. ബോഡി എടുക്കാറായോ? എടുക്കാറായി തോന്നുന്നുണ്ട്. ഡോക്ടർമാരൊക്കെ കാണാൻ കൊള്ളാവുന്ന നഴ്സുമാർക്ക് കാറ് മേടിച്ചു കൊടുക്കുന്ന സ്വഭാവം എന്റെ ദുബായിലില്ല. ദിനേശ, നിന്റെ ഭാര്യയ്ക്ക് ഒരു കാറ് വാങ്ങാനുള്ള ലോൺ എടുത്തു കൊടുക്കാൻ സഹായിച്ചു എന്നുള്ളത് സത്യ. പക്ഷെ ആ കാറ് കാരണം എന്റെ ജീവിതം തകർന്നത് അറിയോ? ജീവിതം തകർന്നത് കാറ് കൊണ്ടല്ലോ നിന്റെ ഭാര്യ. ദിനേശ, ഇതൊരു മരണ വീടാ ദിനേശ, അത് നീ മറക്കരുത്. ഒരു മരണം വിട്ട് 2 മരണം എന്താ കുഴപ്പമുണ്ടോ? ഇല്ലല്ല. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? നിങ്ങളെ കൊല്ലാനാ ഞാൻ വന്നത്. ഓ, അത്രേ ഉള്ളൂ. അത് കുഴപ്പമില്ല. തൽക്കാലം ഞാൻ ആ ബോഡി ഒന്ന് കണ്ടിട്ട് വരട്ടെ. അപ്പോഴേക്കും എന്നെ എങ്ങനെ കൊല്ലണം, എവിടെ വെച്ച് കൊല്ലണം എന്നുള്ളതൊക്കെ ഒന്ന് തീരുമാനിച്ചുറപ്പിച്ച് വെക്കേ കേട്ടാ. അല്ലേ, ഈ ഗോപൻ ഡോക്ടറെ നീ ശരിക്കും അറിയില്ല കേട്ടോ. ഒന്ന് പറഞ്ഞു കൊടുക്കണോ? എന്താണ് ദിനേശ ചെയ്യണത്? ഒന്ന് അടങ്ങടോ. ആ ദിനേശം വന്നിട്ടുണ്ട്, മെമ്പറൊന്ന് സൂക്ഷിച്ചോ. അവൻ എന്നൊന്നും ചെയ്യില്ല. ആ പെണ്ണ് അധ്വാനിച്ച കാശുകൊണ്ട് ഒരു കാർ വാങ്ങി. അതിന് ഭർത്താക്കന്മാരെ അഭിമാനിക്കല്ലേ വേണ്ടേ? ചത്താലും ഈ ദാഹിക്കുന്നില്ലെന്നേ. അതുണ്ടാവും. അത് ഈ ചെരുപ്പിടുന്നത് വരെ മനുഷ്യന്റെ ചാപല്യങ്ങളൊക്കെ ആത്മാവിനും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവൂല്ലേ? എന്നൊരു ചായ കുടിച്ചിട്ട് വന്നാലേ. നീ ഈ ചെരുപ്പിടും, നിന്റെ എല്ലാ പരവേശവും മാറും. അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടക്കാൻ തിരിച്ചെടുത്ത പ്രശ്നമില്ല. എന്നാ വാ, വീടിന്റെ പിന്നാമ്പുറത്തോട്ട് പോവാ. നിനക്ക് കുടിക്കാൻ വല്ലതും വാങ്ങിച്ചു തരാം. അതൊക്കെ നടക്കും. മെമ്പറുടെ പ്രതിച്ഛായ നാശാവണ കാര്യ. എന്ത് പ്രതിച്ഛായ? ഞാനിവിടെ സ്വതന്ത്രമായി നിന്ന് ഒരു പാർട്ടിയുടെ സപ്പോർട്ടിലാണ് ജയിച്ചു. അതിൽ നിന്ന് നാട്ടുകാർക്ക് എന്നുള്ള മതിപ്പോണ്ടാ. ഇലക്ഷൻ ഫണ്ട് വരും. പേടിപ്പിക്കുക പറഞ്ഞോന്നല്ലോ. മെമ്പറേ, ദിനേശ, നിങ്ങളും ഡോക്ടറും മറ്റവളും തമ്മിലുള്ള ചിത്രം എനക്ക് വാട്സാപ്പിൽ കിട്ടീനി. അത് ഗ്രൂപ്പിലിടാൻ അറിഞ്ഞിട്ടല്ല ഞാൻ ഡിലീറ്റ് ചെയ്ത്. നിന്റെ ഭാര്യ ആയതുകൊണ്ടല്ലേ? ആ പട്ടി, അവളെ ഞാൻ എന്നെ ഡിലീറ്റ് ചെയ്തു. എന്നാലും മെമ്പറെ, എന്നോട് ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ ദിനേശ, ഇതൊക്കെ AI-ന്റെ കളിയല്ലേ? പ്രതിപക്ഷക്കാരൻ എന്നെ കരിവാരി തേക്കാൻ വേണ്ടി ചെയ്യുന്നല്ലേ? രാഷ്ട്രീയത്തിൽ ഇതൊക്കെ പതിവല്ലേ? ഏന്റെ പിൻബലത്തിലാണല്ലേ കളി. ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് 5 വോട്ട് ചെയ്തിട്ടാ തിരിച്ചു പോയത്. ആ 5 വോട്ടിന്റെ പിൻബലത്തിലാണ് ഈ മെമ്പർ സ്ഥാനം. ദിനേശ, അതിവിടെ പറയല്ലേ, നാട്ടുകാർ കേൾക്കുന്നു. ഡോക്ടർ എനക്ക് തലിച്ചു കിട്ടും, മെമ്പർ എനക്ക് കിട്ടൂല. അതാ ഞാൻ വന്നത്. ദിനേശ, നിന്റെ അളിയനോട് മരിച്ചു കിടക്ക. ഇപ്പൊ ഇങ്ങനെ സംസാരിക്കില്ലേ? അളിയൻ ചത്തോണ്ട് എന്റെ പെങ്ങളെ രക്ഷപ്പെട്ടു. ഞാൻ അളിയനെ കാണാനൊന്നല്ല വന്ന്, ഈ തെണ്ടിയെ കാണാനാ വന്ന്. ഞാനോ ഇത് പിടിച്ച അടിക്കേ? അടിച്ചാ കഴിഞ്ഞു. ഇതൊരു മരണ വീടല്ലോ. നിനക്ക് ചായയല്ലേ വേണ്ടത്? എനിക്ക് ഈ വെള്ളമാണേലും അത് നിഷിദ്ധമാണ്. എന്ത് ഇഷ്ടം? ഇത്രേ യാത്ര ചെയ്യാനുള്ള കാലിന്റെ കൂടെ. അപ്പൊ എനിക്ക് രസത്തിന് വേണ്ടിട്ട് ഒന്ന് എന്തെങ്കിലും ചെയ്യുന്ന എടുത്തോ. കിട്ടില്ല. ഇങ്ങനെ അടിക്കല്ലേ, നിന്റെ ചങ്കുപാടി. ചങ്കുവാടാൻ 8 മണിക്കൂറായിട്ട് മൊത്തം പാടിയതല്ലേ? നിങ്ങളിവിടെ വരാൻ പോവല്ലേ? ഇനി ഇങ്ങനെ കൂടി ചാകൊടിച്ച് നടക്കാൻ പറ്റില്ല. നിന്റെ ചെത കത്തിക്കാൻ സമയമായി. അതിനിടയ്ക്ക് എന്റെ പുറകാണെന്നെ ശല്യം ചെയ്തിട്ടുണ്ട്. ഇടിച്ച കൂമ്പ വട്ടി ഇടിച്ച കൊല്ലുന്ന എന്തായാലും ദൈവത്തിന് ഞാൻ പറഞ്ഞോളാം. പൊട്ടിയാ
ലാഗ് ചെയ്യാതെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡിലാക്കണോ. ഞാനാണല്ലോ ദൈവമേ കത്തുന്നേ. ഈ ഉടായ്പോണെന്ന് എന്റെ അടുത്ത് വന്നേക്കരുത്. പറയാൻ മനസ്സിലായില്ലേ? ചിത കത്തി തുടങ്ങി. ഇനി നിന്റെ ഊടായിപ്പൊന്നും ഇവിടെ നടക്കൂല. അല്ല, എന്നെ ഇത്ര ചെറുപ്പത്തിൽ പിടിച്ചോണ്ട് പോകാൻ തനിക്കെന്താണോ ഇത്ര സൂക്കർ? തന്നെ പോലൊരു ചെറുപ്പക്കാരനല്ലേ, അതാ നോക്ക്. ഒരു എതിർപ്പൂലാതെ അന്തസ്സായിട്ട് ചെരുപ്പിട്ടോണ്ട് നിൽക്കുന്നത്. മേടിച്ചിട്ടല്ലേ? നല്ല സുഖ. ഞാനിടാത്തതിന്റെ കാര്യം എന്താണെന്നറിയോ? ഞാനും ഈ സാറും തമ്മിലൊരു ഡിമാൻഡുണ്ട്. ആ ഡിമാൻഡ് നടക്കാത്ത ഈ സാധനം ഇടുന്ന പ്രശ്നമില്ല. അല്ല ഇട്ടില്ലെങ്കിൽ പ്രശ്നമില്ലേ? എന്ത് പ്രശ്നം? 8 മണിക്കൂറായിട്ട് എന്നെ പുറകെ നടക്കണു. ഞാൻ മേടിച്ചിട്ടില്ല, എനിക്കൊരു പ്രശ്നമില്ല. അയ്യോ, ഇത് ഇട്ടാ ഭയങ്കര സുഖമാണ്. നല്ല സുഖമാണ്. കേട്ടിട്ടുണ്ടെങ്കിൽ നിന്നോട്ടാ. ഈ സർക്കാരും ഗവർണറും പോലെ ആവല്ലേ? അങ്ങനെ ഇടും. ചെറുതെ നമ്മുടെ മെമ്പറുടെ അവസ്ഥ ഇപ്പൊ എന്താ? ഐസിയുലാണ്, ഒന്നും പറയാറായിട്ടില്ല. ഞാനാ അതാ ഡോക്ടറുടെ പരിപാടിയാ. എന്റെ കുടുംബക്കാരുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശടിച്ച് മാറ്റാനേ. ആയിക്കോട്ടെ. നമ്മുടെ കുട്ടന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ? കിട്ടി. മരിച്ചു എങ്ങനെയാ? പുറത്തു പറയാൻ പറ്റാത്തൊരു മരണമാണ്. പറയാൻ പറ്റാത്ത കാര്യം എന്നൊക്കെ പറഞ്ഞാൽ എയ്ഡ്സ് വല്ലതായിരിക്കും. എന്താണെങ്കിലും ഒന്ന് പറ, നമ്മൾ എല്ലാരും ഒക്കെ ഒന്ന് അറിയട്ടെ. അത് തൊണ്ടയിൽ ചിക്കൻ്റെ എല്ല് കുടുങ്ങിയിട്ട് ശ്വാസം മുട്ടിയാണ് മരിച്ചത്. ചിക്കന്റെ എല്ല് മാട്ട കള്ളം കുടിച്ചിട്ട് ബിരിയാണി വല്ലതും വാരി വലിച്ച് തിന്നെയാണെന്നേ. അല്ലേലും ഇച്ചിരി അക്കറന്ന് കൂടുതലുണ്ട്. സത്യാണ്. കേട്ടില്ലേ? അയ്യോ, നമ്മളെ കണ്ണു മുമ്പ് അങ്ങെടുത്തു. പാസന്റേല. അല്ല, എന്റെ പാസ്. ഞാൻ പറയുന്നോന്ന് കേൾക്ക്. എനിക്ക് നിന്നോടെ കിടന്ന് ഓടാൻ വയ്യ. അതെ, ഒരു മോഹം സാധിക്കാതെ എന്നെ കൊന്നില്ലേ? അത് പോട്ടെ. എന്നാ മരിച്ച കാരണത്തിന് വേണ്ട ഒരു മാന്യത. ഇത് മഹാമോശമായി പോയി. ഓ, അത് നാട്ടുകാര് പറഞ്ഞ പോലെ നീ മദ്യപിച്ചിട്ട് വല്ലതൊക്കെ വാരി വലിച്ച് തിന്നു കാണും ഇല്ലേ? അതല്ലേ സത്യം. എന്നെ ദേഷ്യം പിടിപ്പിച്ചോണ്ടല്ലോ ഈ സാധനം ഊരിയ പള്ളകള്. അത് ഇട്ടതാ കുട്ടാ, ഊരാൻ പറ്റത്തില്ല. ഇതൊരു കോപ്പിലാണായി പോയി. അതിരിക്കട്ടെ, നീ എവിടെന്നാ ഈ ഭക്ഷണം കഴിച്ചതെന്നല്ലേ? കോഴി കറിയൊക്കെ. അതെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങള്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് തന്നെ ബിരിയാണി കഴിച്ച് അറിയോ?